ഇന്ന് പടിയിറങ്ങി പോകുമ്പോൾ വലിയ ചാരിതാർത്ഥ്യമാണ്, സന്തോഷമാണ്. ഒരു കാര്യം എനിക്കറിയാം, ഭാഗ്യം ചെയ്തവളാണ്. കാരണം സർക്കാർ പ്രവർത്തനത്തിൽ നമ്മൾ കയറിക്കഴിയുമ്പോൾ, സിവിൽ സർവീസ് കയറുമ്പോൾ കിട്ടുന്ന ജോലി നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണെങ്കിൽ തന്നെയും ഇഷ്ടമുള്ള ജോലി കിട്ടുക എന്നുള്ളത് അത് എഴുതി വച്ചിട്ടൊന്നുമില്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇരുന്നിട്ടുള്ള പോസ്റ്റുകളിൽ 1 or 2 ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടതും ആയിട്ടുള്ളത് പ്രവർത്തിക്കാനായിട്ടുള്ള ധാരാളം സ്വാതന്ത്ര്യവും അവസരവും കിട്ടിയിട്ടുള്ളതാണ്. ഇത് ഒരു പക്ഷേ കേരളത്തിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയൊരു ഭാഗ്യം കിട്ടിയിരുന്നത് ജനകീയാസൂത്രണം തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഉണ്ടാകുന്ന ആ മാറ്റത്തിൻ്റെ അടുത്ത് നിന്ന് കാണാനായിട്ടുള്ള അവസരം കിട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സർക്കാർ കൊണ്ടുവരുന്ന ഒരു പുതിയ വികസന പരിപ്രേക്ഷ്യത്തിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചതും അതിൻ്റെ സാധ്യതകൾ കാണാൻ പറ്റിയതും അത് കൊണ്ടുവരുന്നിട്ടുള്ള മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിച്ചതും എന്നെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളമുള്ള അവസരങ്ങൾ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. കുടുംബശ്രീയിൽ 6 വർഷം ഇരുന്നപ്പോഴത്തേക്കും ശരിക്കും അടുത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകൾ പൊതുസമൂഹത്തിലോട്ടും വീടുകളിലും പുറത്തും ഒക്കെ തന്നെ ഒരു ശബ്ദം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റം എന്തായിരിക്കും, അതിൻ്റെ വലിപ്പം എന്തായിരിക്കും, അത് അടുത്ത് തന്നെ അറിയാനും അതിനൊരു ഉപോത്ബലകമായിട്ട് പ്രവർത്തിക്കാനും സാധിച്ചു എന്നതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അടുത്ത സംസ്ഥാനങ്ങളൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഓഫീസർമാർ തിരിച്ചു വന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്യുന്ന സിസ്റ്റംസും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അതിൻ്റെ അടുത്തൊന്നും ഒരിടത്തും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ വലിയ ഗർവ് തോന്നുന്നു. കാരണം ഇത് ഓൾ ഓഫ് ഗവൺമെൻറ് എന്നുള്ള രീതിക്കുള്ള പ്രവർത്തനമാണ്. ഇത് ഏതെങ്കിലും ഒരു വകുപ്പോ ഏതെങ്കിലും ഒരു കൂട്ടരോ മാത്രം ചെയ്യുന്ന കാര്യമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും വിവിധ ഏജൻസികളും വിവിധ സാമൂഹിക സംഘടനാ സംവിധാനങ്ങളും എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഉള്ള പ്രവർത്തനത്തിൻ്റെ ഒരു പരിണിത ഫലമാണ്. അപ്പോൾ അത്തരത്തിൽ സാധ്യതകൾ നിറഞ്ഞ കേരളത്തിന് മാത്രം ആഗോളതലത്തിൽ കൊടുക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ഇതൊക്കെ കാണാനും അതിൻ്റെ ഭാഗമാകാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഏറ്റവും അവസാനം ഡാവോസിൽ പോകാനായിട്ടുള്ളൊരു അവസരം കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിനെ എങ്ങനെയാണ് ലോകം കാണുന്നത് എന്നുള്ളത് ഞാനും ഡോക്ടർ ജയതിലക്കും ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് അറിയാനായിട്ട് സാധിച്ചു. നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇക്കോണമിയെ സംബന്ധിച്ചിട്ടുള്ള എത്ര വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ലോകം കാണുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഡീപ് ടെക്കും സ്പേസ് ടെക്കും മെഡ്ടെക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ലോകം, പക്ഷേ ഗ്രോത്ത് വിത്ത് ഇക്വിറ്റി എന്നുള്ള തരത്തിലുള്ള സർക്കാരിൻ്റെ ആ സമീപനത്തിനെ അതിൻ്റെ സാധ്യതകളെ സുസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ സമൂഹാധിഷ്ഠിതമായിട്ടുള്ള വികസനം, മാറ്റം, കരുതൽ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതിൻ്റെ വലിയ അനുഭവ സാക്ഷ്യങ്ങളാണ് കേരളം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമാകാൻ പറ്റിയത് ഞാൻ വീണ്ടും പറയുകയാണ് വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ഇനി മതി. വളരെ സന്തോഷത്തോടുകൂടിയും ചാരിതാർത്ഥ്യത്തോടുകൂടിയും കുറച്ചെന്തൊക്കെയോ തുടങ്ങി വെച്ചിട്ടുണ്ട്, കുറേ എന്തൊക്കെയോ ഇനി തീർക്കാൻ ബാക്കിയുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായാലും കേരളത്തിൻ്റെ ഭരണ നേതൃത്വമായാലും കേരളത്തിലെ സംഘടനാ സംവിധാനമായാലും നമ്മൾ ഇനിയും പുതിയ മാതൃകകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. പുതിയ മാതൃകകൾ ലോകത്തിന് നമ്മുടേതായിട്ടുള്ള തനത് കോൺട്രിബ്യൂഷനായിട്ട് നൽകിക്കൊണ്ടിരിക്കും. അത് വളരെ സന്തോഷത്തോടെയും ആർജവത്തോടും കൂടിയും പ്രതീക്ഷയോടും കൂടിയും ഞാൻ കണ്ട് കാത്തിരിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എനിക്ക് നൽകിയിട്ടുള്ള വളരെ നല്ല വാക്കുകൾക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്
എൻ്റെ കൊളീഗ്സിനെയും ഒക്കെ തന്നെ കേരളം പോലെയുള്ളൊരു കാഡർ ഇല്ല. ഇത്രയും ഇൻഫോർമലായിട്ട് ഇത്രയും എല്ലാവരും ഒരുമിച്ച് നിന്ന് ടീം സ്പിരിറ്റോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു കാഡർ വേറെ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു കാഡറിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.